Students, last day we have ended our session with the effects of dams. What is dams and the projects, that is river project, what are its uses, why they are constructed, and what are the environmental impacts of constructing dams. So now we can move into our today's topic, water resources. Now the forest resources is okay, it's finished, then the mineral resources also is finished, and now it's water resources. What is water resources? 70.8% of the earth covered by water, and of which 97% is saline and 2% is locked in glaciers and ice caps. That is, normally when it is said, we can say that 70%, almost 70.8% of the earth is consist of water, but of which 97% is saline. That is, we can't use it for consumption purpose. ഇത്രയും ഉണ്ടെങ്കിലും അതിൽ 97% നമുക്ക് യൂസബിൾ അല്ല. അതിൽ പിന്നെയും പിന്നെ ആ യൂസബിൾ ആയിട്ടുള്ളതിൽ 2% തന്നെ ഗ്ലേസിയേഴ്സിലും ഐസ് ക്യാപ്സിലും ഇരിക്കുകയാണ്. സോ ദേ ആർ ഓൾസോ നോട്ട് അവൈലബിൾ ടു അസ്. സോ the water resources to earth is so limited, even if it is in plenty. Okay. Similarly, 60% of the human body consists of water. 60% of human body എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ കണ്ടന്റ് ഉണ്ട്. ആൻഡ് ഇഫ് ദ വാട്ടർ കണ്ടന്റ് ഇൻ ദ ബോഡി ഡിക്രീസസ് ഇറ്റ് വിൽ ലീഡ് ടു ദ ഡേഞ്ചർ ഇൻ ലൈഫ്. സോ ദിസ് ഇസ് ദ സ്കോപ്പ് ഫോർ സ്റ്റഡിയിങ് why we required to conserve water resources. So where and all the water is used for drinking purpose, that is for consumption we are using, for washing we are using, for many activities we are using water, even for producing electricity we are using water. So there are many uses of water, and the water conservation is very essential as the percentage of water that is available to us, that is the clean water, that is consumptive water available to us is very low, and our body is consists of 60% consists of water, and we are required of water too. If we don't have water in our body, it will lead to major diseases or any dangers. Dehydration will occur and it can lead to danger. So now we can move to the freshwater crisis. What are the reasons for the freshwater crisis? That is freshwater crisis. First one, uneven distribution of water, rainfall. We can know that in നമ്മളുടെ ഇടുക്കി ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ റെയിൻഫോളിൻ്റെ ക്വാണ്ടിറ്റി വളരെയധികം കൂടുതലാണ്. പക്ഷേ കേരളം തന്നെ കൺസിഡർ ചെയ്താലും അവിടെ തന്നെ പല ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ രീതിയിലാണ് റെയിൻഫോൾ കിട്ടുന്നത്. എല്ലായിടത്തും ഒരേ രീതിയിലല്ല റെയിൻ വാട്ടർ വരുന്നത്. ഈ റെയിൻ വാട്ടറിൻ്റെ കളക്ഷനാണ് നമ്മൾ, ആ വാട്ടറാണ് ഫ്രഷ് വാട്ടറിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. So other one will be the sea water, which is saline. Okay, ഈ fresh water this is facing many crises as there is uneven distribution of rainfall. എല്ലായിടത്തും പല രീതിയിലുള്ള റെയിൻഫോൾ ആയതുകൊണ്ട് ഒരു ക്രൈസിസ്. നെക്സ്റ്റ്, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ. ആൾക്കാരുടെ എണ്ണം ഓരോ ദിവസമായി കൂടിക്കൊണ്ടിരിക്കുക. നമ്മളുടെ ആൾക്കാരുടെ പോപ്പുലേഷൻ കൂടുന്നത് ഒരു ജോമെട്രിക് റേറ്റ് എന്നാണ് പറയുന്നത്. ഫസ്റ്റ് 2, then to 4, then to 6, then to 8, അങ്ങനെ ഒരു പ്രോഗ്രസീവായിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോപ്പുലേഷൻ റേറ്റിൽ വാട്ടറിൻ്റെ യൂസ് അത്രയും കൂടുന്നുണ്ട്. ഓരോരുത്തർ യൂസ് ചെയ്യുന്ന അത്രയാണ്. സിമിലർലി വേസ്റ്റേജ് ഓഫ് വാട്ടർ ഇസ് ഓൾസോ ഒക്കറിങ് ബിറ്റ്വീൻ അസ്. നമ്മൾ അതിന് വാട്ടർ വേസ്റ്റ് ആവുന്നതിന് ഒരു കൺസിഡറേഷൻ കൊടുക്കുന്നില്ല. ദിസ് ഈസ് അനദർ കേസ് ഫോർ ദ ഫ്രഷ് വാട്ടർ ക്രൈസിസ്. ദെൻ യൂസേജ് ഓഫ് വാട്ടർ ഫോർ വേരിയസ് പർപ്പസ്. നമ്മൾ വെള്ളത്തിന് തന്നെ പല യൂസിന് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിന്? കൺസപ്ഷന് യൂസ് ചെയ്യും, വാഷ് ചെയ്യാൻ യൂസ് ചെയ്യും, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാൻ യൂസ് ചെയ്യും. അതേപോലെ പല പർപ്പസിന് നമ്മൾ വാട്ടർ യൂസ് ചെയ്യും. ബട്ട് നമ്മൾ ഒരിക്കലും ഒരേ വാട്ടർ വേറൊന്നിനു വേണ്ടി യൂസ് ചെയ്യത്തില്ല. ഇപ്പം നമ്മൾ വാഷ് ചെയ്ത വെള്ളം ഡയറക്റ്റ്ലി നമ്മൾ കളയുന്നു, അത് വേറൊന്നിനും വേണ്ടി യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് റീസൈക്കിൾ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് വാട്ടർ ഉണ്ടാവും. വേസ്റ്റ് വാട്ടർ ഡയറക്റ്റ്ലി നമ്മൾ എന്താ ചെയ്യുക, ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഏതെങ്കിലും റിവേഴ്സിലേക്ക്, സീസിലോട്ട് ഇതങ്ങോട്ട് എക്സ്പെല് ചെയ്ത് കളയും. ബൈ ദ ഔട്ട്ലെറ്റ് ഇറ്റ് വിൽ ബി ഡിസ്ചാർജ് ഇൻ ടു ദ വാട്ടർ ബോഡീസ്. അങ്ങനെ വാട്ടർ ബോഡീസിലേക്ക് ഡയറക്റ്റ് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ കുറേ എഫക്ട്സ് ഉണ്ടാവും, കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും അവിടെയുള്ള ആൾക്കാർക്കും ആ വെള്ളത്തിലുള്ള ജീവികൾക്കും. ആൻഡ് ഇൻസ്റ്റെഡ് നമ്മൾ അതിന് പകരം ഒരു
വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് ഒരു ഇൻഡസ്ട്രിയിൽ വെക്കുകയാണെന്ന് വെച്ചോ. ഇൻ ദാറ്റ് കേസ് ദേ ക്യാൻ റീസൈക്കിൾ ദ വാട്ടർ ആൻഡ് യൂസ് ഫോർ മെനി അതർ പർപ്പസ്. ആ വെള്ളത്തിന് നമുക്ക് റീസൈക്കിൾ ചെയ്തിട്ട് ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ സം ക്ലീനിങ് പർപ്പസ്, ഓർ ഇറ്റ് ക്യാൻ ബി യൂട്ടിലൈസ് ഇൻ ദ സെയിം ഫേം ഇറ്റ് സെൽഫ്, സെയിം പ്ലാന്റ് ഇറ്റ് സെൽഫ്. ബട്ട് നമ്മൾ അങ്ങനെ ഒരു കൺസിഡറേഷൻ ചെയ്യുന്നില്ല. ദീസ് ആർ ദ മേജർ കോസസ് ഓഫ് ഫ്രഷ് വാട്ടർ ക്രൈസിസ് ഓർ ദി വാട്ടർ റിസോഴ്സസ് അണ്ടർ യൂട്ടിലൈസേഷൻ. നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. വാട്ട് ആർ ദി? അൺഈവൻ distribution of rainfall, this is one of the reason. Then the increased population, and second, the usage of water for various purposes. Moving to the next slide, over utilization of water resources. നമ്മൾ വാട്ടർ റിസോഴ്സിൻ്റെ ഓവർ യൂട്ടിലൈസേഷൻ ആണ് വാട്ടറിൻ്റെ റിസോഴ്സസ് കുറയ്ക്കാനുള്ള കാരണം. സോ വാട്ട് ആർ ദ കേസസ്? ഫസ്റ്റ് വൺ, ദർ ആർ ടു സോഴ്സസ് ഓഫ് വാട്ടർ. സർഫസ് വാട്ടർ സോഴ്സും ഉണ്ട്, ഗ്രൗണ്ട് വാട്ടർ സോഴ്സും ഉണ്ട്. നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ കാണുന്ന വെള്ളങ്ങളില്ലേ, സീ, റിവർ, ലേക്സ്, ഫ്രഷ് വാട്ടർ, അങ്ങനെ കാണുന്നതിന് സർഫസ് വാട്ടർ റിസോഴ്സ് എന്ന് പറയാം. അതേപോലെ അണ്ടർഗ്രൗണ്ട്, നമ്മളിപ്പോൾ ബോർവെൽ വഴി എടുക്കുന്ന വെള്ളം, ബോർവെല്ലിലൂടെ ഓരോ വീടുകളിൽ നിന്ന് ബോർവെല്ലിലൂടെ മോട്ടർ അടിച്ചടിക്കുന്ന വെള്ളം, അതേപോലെ ഒരു കൃഷി സ്ഥലത്ത് എടുക്കുന്നതൊക്കെ ബോർവെല്ലായിരിക്കും. അങ്ങനെയുള്ളതിനെ നമ്മൾ ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ് എന്ന് പറയും. What is the way we overutilize the surface water resources? First one, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. വാട്ട് ആർ ദ സർഫസ് വാട്ടർ റിസോഴ്സസ്? നാച്ചുറൽ ലേക്സ് ആവാം, പോണ്ട്സ് ആവാം, സീ ആവാം, ഇതിലൊക്കെ ഉള്ള വാട്ടറിന് നമ്മൾ സർഫസ് വാട്ടർ റിസോഴ്സ് എന്ന് പറയുന്നത്. ഇതിങ്ങനെയാണ് ഡിപ്ലീറ്റ് ആവുന്നത്, നമ്മളത് യൂസ് ചെയ്യുന്നു ഫോർ അവർ പർപ്പസ് വി ആർ യൂസിങ്. ബട്ട് ദ ഡിസ്പോസൽ ഓഫ് സീവേജ് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഒരു മെയിൻ ഇഷ്യൂ നമ്മളുടെ വാട്ടർ റിസോഴ്സസ് ഫേസ് ചെയ്യുന്നതാണ്. നമ്മളുടെ ഒരു ഇൻഡസ്ട്രിയിലെ വേസ്റ്റ് ഡയറക്റ്റ്ലി ലേക്സിലോട്ടും സീയിലോട്ടുമാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ആ വാട്ടർ ബോഡീസിൽ യൂസ് അത്രയും കുറയും. പിന്നെ നമുക്ക് ആ വാട്ടർ വേറെ ഒരു പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇഫ് ഇറ്റ് ഇസ് യൂസ് ഇറ്റ് വിൽ കോസ് സീരിയസ് ഡിസീസസ് ഇൻ അസ് ആൻഡ് ഓൾസോ ദ living organism in water. This is one of the case of overutilization of water resources in surface water resources. So second source of water is the groundwater source. Groundwater always harder than the സർഫസ് വാട്ടർ. നമ്മളിപ്പോൾ ബോർവെല്ലിൽ നിന്ന് ഡിഗ് ചെയ്തെടുക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രഷ് വാട്ടറിനേക്കാളും വളരെയധികം ഹാർഡറായിരിക്കും. ആൻഡ് നമുക്ക് അതത്രയും യൂസബിളായും തോന്നത്തില്ല. സർഫസ് വാട്ടറാണ് നമ്മൾ കൂടുതൽ യൂസബിൾ ആകുന്നത്. ബട്ട് ഇൻസ്റ്റെഡ്, ആസ് ദർ ആർ ഫ്യൂ റിസോഴ്സസ് ഓൺലി, വി ആർ ബോൺ ടു യൂസ് ദ groundwater resources for our purpose. Second, available for agriculture. It is mainly used for agriculture purpose. നമ്മുടെ ഡെയിലി യൂസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സർഫസ് വാട്ടർ ആയിരിക്കും. ഫോർ ഡ്രിങ്കിങ് പർപ്പസ് ആൻഡ് ഓൾ വി യൂസ് ഫ്രഷ് വാട്ടർ റിസോഴ്സസ്. ബട്ട് ഇൻസ്റ്റെഡ് ഫോർ അഗ്രികൾച്ചർ വി മെയിൻലി ഡിപ്പെൻഡ് ഓൺ ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ്. Then the local water table may reduce. Sometimes in case we are using the water at a higher rate, നമ്മൾ ആ വെള്ളത്തിന് വളരെയധികം ബോർവെല്ലിലൂടെ അടിച്ചെടുക്കുകയാണ്. ആൻഡ് ദ വാട്ടർ റിസോഴ്സസ് അത്രയും യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ ലോക്കൽ വാട്ടർ ടേബിളെ റിഡ്യൂസ് ചെയ്യും. ദർ ഇസ് സം ലെവൽ, വി ഷുഡ് മെയിൻറ്റെയിൻ സം ലെവൽ ഇൻ ദ ഗ്രൗണ്ട് വാട്ടർ ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇത്രയും വെള്ളമെങ്കിലും ഉണ്ടാവണം. ബട്ട് ഡ്യൂ ടു അവർ ഓവർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് വിതൗട്ട് കൺസിഡറിങ് എനിത്തിങ് ഫോർ ദ ഫ്യൂച്ചർ, നമ്മൾ വാട്ടർ ടേബിൾ റിഡ്യൂസ് ചെയ്യുകയാണ്. ചാൻസസ് ടു ഇൻട്രൂഷൻ ഓഫ് സോയിൽ. സം കേസസ് ഇങ്ങനെ വെള്ളം ഓവറായിട്ട് നമ്മൾ ഡിഗ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഓവറായിട്ട് നമ്മൾ ബോവൽ യൂസ് ചെയ്ത് പമ്പ് ചെയ്തെടുക്കുമ്പോൾ സം ടൈംസ് സോയിൽ വിൽ ഓൾസോ ഗെറ്റ് ഇൻട്രൂഡ് ഇൻ ടു ദാറ്റ് വാട്ടർ. നമ്മൾ മോട്ടർ അടിച്ചെടുക്കുന്ന വെള്ളത്തിൽ ചിലപ്പോൾ നമ്മൾ കാണാൻ കലങ്ങിയ വെള്ളമായി കാണും. ഫ്രഷ് വാട്ടർ റിസോഴ്സിൽ അങ്ങനെ ഒരു പ്രശ്നമല്ല, എപ്പോഴും ക്ലിയർ വാട്ടർ ആയിരിക്കും അവൈലബിൾ ആണ്. പക്ഷേ ഗ്രൗണ്ട് വാട്ടർ നമ്മൾ മോട്ടർ വെച്ച് അടിച്ചെടുക്കുമ്പോൾ അതിനകത്ത് മണ്ണ് നിറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ വാട്ടർ റിസോഴ്സസിൻ്റെ വാല്യൂ കുറയുകയാണ്. ഇറ്റ് വിൽ ലീഡ് ടു പിന്നെ നമ്മളത് സെഡിമെൻറ്റ് ചെയ്തിട്ട് വേണമായിരിക്കും യൂസ് ചെയ്യാൻ. ദിസ് ഇസ് വൺ ഓഫ് ദ കേസ്. നെക്സ്റ്റ്, അക്വിഫയേഴ്സ് ഓഫ് സ്ലോ റീചാർജ് റേറ്റ് ടേക്ക് 1000 of years to get refill once empty. അക്വിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ലെയർ ഓഫ് റോക്സ് ആണ് ശരിക്കും. ആ റോക്സിനുള്ളിൽ കൂടെ നമ്മളിവിടെ കാണും അരുവി, പെട്ടെന്ന് മണ്ണിൻ്റെ ഇടയിൽ കൂടെ കല്ലിൻ്റെ ഇടയിൽ കൂടെ വെള്ളം ഒലിച്ച് വരുന്ന കാണും. ആ ഒരു ലെയർ ഓഫ് റോക്സിനാണ് നമ്മൾ അക്വിഫയേഴ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സിൻ്റെ ഓവർ യൂട്ടിലൈസേഷൻ ബലം
ഈ അക്യുഫയേഴ്സിൽ നിന്നുള്ള വെള്ളമായിരിക്കും നമ്മൾ ഈ വലിച്ചെടുക്കുന്നത്. ഇങ്ങനെ ഈ വലിച്ചെടുക്കുന്ന വെള്ളം പിന്നെ ഈ അക്യുഫയേഴ്സ് അതേപോലെ കേപ്പബിൾ ആകാൻ ടു ഹോൾഡ് മച്ച് വാട്ടർ ഇറ്റ് വിൽ ടേക്ക് അബൌട്ട് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എടുക്കും അക്യുഫയേഴ്സ് ഒന്ന് റീഫിൽ ചെയ്യാൻ, തിരിച്ച് ആ വാട്ടർ കപ്പാസിറ്റിയിലേക്ക് റീഫിൽ ചെയ്യാൻ. ഇറ്റ് മേ ടേക്ക് 1000 years. നെക്സ്റ്റ് വൺ, ഹെവി പമ്പിങ് മേ റെഡ്യൂസ് ഹോൾ അക്യുഫയേഴ്സ്. നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ നമ്മൾ ഓവർ പമ്പ് ചെയ്യുമ്പോഴാണ് ഈ കേസ് വരുന്നത്. ഓവർ പമ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് അതിലെ വാട്ടർ കംപ്ലീറ്റ് ആയിട്ട് ഡ്രെയിൻ ഔട്ട് ആവുന്നത്, ഫുള്ളി നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. ബട്ട് ഇറ്റ് വിൽ ടേക്ക്, as I said, it will take 1000 or more than that to refill the aquifers. This is what is overutilization of water resources. Slide, it is mineral resources. What is mineral resources? The elements, chemical components, minerals and the rock. Elements നമ്മൾ കാണാറുണ്ട്. മിനറൽസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ഹ്യൂമൻ ബോഡിക്ക് വേണ്ടതുകൊണ്ട് എർത്തിൽ നിന്ന് കിട്ടുന്നതും കുറേ കാര്യങ്ങൾ, റോക്കിൽ കിട്ടുന്നത്, കെമിക്കൽ കമ്പോണൻസ്, മിനറൽസ്, ഇതെല്ലാമാണ് മിനറൽ റിസോഴ്സസ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഹ്യൂമൻ ബോഡി. കുറേ മിനറൽസ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളതുണ്ട്. ദാറ്റ് ഈസ് വി ഹാവ് സ്റ്റഡീഡ് വാട്ട് ആർ ദി എസെൻഷ്യൽ എലമെൻറ്റ്സ്. നമുക്ക് എന്തൊക്കെയാണ്? അയൺ വേണം. ഒരു ബോഡിയിൽ അയണിൻ്റെ കണ്ടൻറ്റ് കുറയുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുന്നു. അല്ലെങ്കിൽ കാൽഷ്യം വേണം. അങ്ങനെ കുറേ മിനറൽസിൻ്റെ ആവശ്യം നമ്മുടെ ബോഡിക്കും ഉണ്ട്, എർത്തിനും ഉണ്ട്. So mineral resources are very important. Next, the finite stock only available. ഇതിന് മിനറൽ റിസോഴ്സസ് ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇത് ലിമിറ്റഡ് ആണ്. ദർ ഇസ് നോ പ്ലെൻറ്റി മിനറൽ റിസോഴ്സ് ഇൻ ആ എർത്ത്. ഇങ്ങനെ കോടിക്കണക്ക് ഇത്രയും എല്ലാ സ്ഥലത്തും ഇത്രയും വെച്ചിട്ട് മിനറലുണ്ട്. സോ വി ക്യാൻ ഓൾവേസ് ഡിഗ് ഇറ്റ് ഔട്ട്. അങ്ങനെ നമുക്കൊരു കൺസെപ്റ്റ് പാടില്ല. എല്ലാ റിസോഴ്സസും, ഇതുപോലുള്ള എല്ലാ റിസോഴ്സസും ലിമിറ്റഡ് ആണ്. ഇറ്റ് കാൺ ബി റിന്യൂവബിൾ. നമുക്ക് ഒരിക്കലും പിന്നെയും അത് കുഴിച്ചെടുക്കാനോ അതിനെ റിന്യൂ ചെയ്യാൻ പറ്റുന്നതല്ല. ഇറ്റ് ഈസ് ഫൈനൈറ്റ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് നോൺ റിന്യൂവബിൾ ടു. ദെൻ അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ. എല്ലായിടത്തും ഒരേപോലെയല്ല മിനറൽ റിസോഴ്സസ് കൊടുത്തിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ മിനറൽ കൂടുതലായിരിക്കും, ചില സ്ഥലങ്ങളിൽ മിനറൽസ് കുറവായിരിക്കും. നമ്മൾ കേൾക്കാറുണ്ട് ഇപ്പം ഗൾഫ് കൺട്രീസിലൊക്കെ എന്ന് പറഞ്ഞാൽ പെട്രോളിയത്തിൻ്റെയൊക്കെ ഖനനം കുറച്ചുകൂടെ സുഖമാണ്. ബിക്കോസ് ദേ ആർ ഹാവിങ് ഹൈ റിസോഴ്സസ്. ദാറ്റ് ഈസ് ദെയർ എർത്ത് ക്രസ്റ്റിലുള്ളത്, അവരുടെ ഏരിയയിൽ പെട്രോളിയം ക്വാണ്ടിറ്റി കൂടുതലാണ്. ബട്ട് ഇപ്പം നമ്മൾ ഇവിടെ ഡഗ് ചെയ്താൽ ഇവിടെ പെട്രോളിയം കിട്ടണമെന്നുണ്ടോ? ഇല്ല. സോ ദാറ്റ് ഈസ് അൺഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. എല്ലാ മിനറൽ റിസോഴ്സും പല സ്ഥലങ്ങളിൽ അൺഈവൻ ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, സ്ലോ ജിയോളജിക്കൽ സൈക്ലിംഗ് പ്രോസസ്സ്. ഇത് നോൺ റിന്യൂവബിൾ ആണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ സാധനം തിരിച്ച് റീഗെയിൻ ചെയ്യാൻ പല സൈക്ലോളജിക്കൽ പ്രോസസ്സിലൂടെയാണ്, സൈക്ലിക് ജിയോളജിക്കൽ പ്രോസസ്സിലൂടെയാണ് നമ്മൾ ഒരു മിനറൽ പ്രൊഡ്യൂസ് ആവുന്നത്. ഈ പ്രൊഡ്യൂസ് ആവാൻ വേണ്ടി വളരെയധികം, നമ്മൾ വിചാരിക്കുന്നതിലധികം വർഷങ്ങൾ എടുക്കുന്നുണ്ട്. ഇത് റീസൈക്കിൾ ചെയ്തിട്ട് പുതിയ സെയിം പ്രൊഡക്റ്റ് ഉണ്ടായി വരാൻ. സോ that is discussed in slow geological cycling process. So we should use it at a minimum rate. That is discussed. Next one, mining exhaust mineral deposit. നമ്മൾ നോർമലി മൈനിങ് എന്ന പ്രോസസ്സ് കാണാറുണ്ട്. ഡിങ്ങിങ് ഔട്ട് ഓഫ് മിനറൽസ്. ദാറ്റ് ഈസ് യൂസ്ഫുൾ മിനറൽസ് നമ്മൾ മണ്ണിൻ്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതിന് മൈനിങ് പറയുക. പക്ഷേ സം കേസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മിനറൽ ഉണ്ടാവാം. ബട്ട് വെൻ വി ആർ ഡിങ്ങിങ് ഔട്ട് ബാക്കിയുള്ള മിനറൽസും ഇതിൻ്റെ കൂടെ തന്നെ extracted ആവുന്നുണ്ട്. ബട്ട് വി ആർ നോട്ട് കൺസിഡറിങ് ഓർ വി ആർ നോട്ട് ടേക്കിംഗ് ദാറ്റ് മിനറൽസ്. സോ ഇറ്റ് ലീഡ്സ് ടു ദ ഡിപ്ലീഷൻ ഓഫ് ദി എലമെൻറ്റ്. അല്ലെങ്കിൽ മിനറൽസിന് ഡിപ്ലീഷൻ ഉണ്ടാവുന്നുള്ളൂ. നമുക്ക് വേണ്ട മിനറൽ മാത്രം എടുക്കും, മറ്റേ മിനറലിനെ നമ്മൾ ലീവ് ചെയ്യും. അതെന്താണെന്നൊന്നും നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇറ്റ് വിൽ എക്സോസ്റ്റ് സം ഓഫ് ദ മിനറൽ റിസോഴ്സസ്. വാട്ട്? മൈനിങ്. So what is mineral resources? The elements, chemicals, minerals and rocks, and it is essential for the human body, but it is in only limited stock and it is non-renewable. Only through high or slow geological process it is recycled. Then it is non-renewable and it is unevenly distributed all around the earth, and the mining exhausts some of the minerals which are not intended for the extraction. നമ്മൾ ഇൻറ്റൻഡ് ചെയ്യാതെ എടുക്കുന്ന മിനറൽ. Next slide. Use and exploitation of minerals. That is, എന്തിനൊക്കെയാണ് നമ്മൾ ഈ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന മിനറൽസ് യൂസ് ചെയ്യുന്നത്, ആൻഡ് വാട്ട് ഈസ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദീസ് മിനറൽസ്. സോ ഫസ്റ്റ് വൺ, മിനറൽസ് എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്? ഫോർ മെറ്റൽ പ്രൊഡക്ഷൻ.
കുറേ മെറ്റൽസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി പല മിനറൽസിൻ്റെ ആവശ്യമുണ്ട്. ഒറ്റൊരു മിനറൽ കൊണ്ടല്ല ഓരോ മെറ്റൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ് വിൽ ബി യൂസ് ആസ് എ കോമ്പിനേഷൻ ഓഫ് മെനി മിനറൽസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീൽ ഇസ് നല്ല റിയലി പല മെറ്റൽസിൻ്റെ 2 മെറ്റൽസിൻ്റെ കോമ്പിനേഷനിലാണ് നമ്മൾ സ്റ്റീൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സിമിലർലി ഓരോരോ പ്രൊഡക്ട്സിലെ ഓരോരോ മെറ്റൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത് പല മിനറൽസിൻ്റെ കോമ്പിനേഷനിലാണ്. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ യൂട്ടിലൈസേഷൻ, ദാറ്റ് ഈസ് യൂസ് ഓഫ് മിനറൽസ്. സെക്കൻഡ് വൺ, ബിൽഡിംഗ് മെറ്റീരിയൽസ്. ഇൻ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഇഫ് യു ആർ സീയിങ് ദ റോഡ്സ്, നമ്മൾ കമ്പി വാർക്കത്തില്ല, ഒരു വീട് പണിയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് പണിയുന്നതിന് മുമ്പ് കമ്പി വാർക്കും. ഇൻ ദാറ്റ് കേസ് ഇസ് ദാറ്റ് കമ്പി യൂസ് ചെയ്യുന്നത് ഇറ്റ് ഇസ് എ സോഴ്സ് ഓഫ് മെനി മിനറൽസ്. കുറേ മിനറൽസ് വെച്ചിട്ടുള്ള ഒരു കോമ്പിനേഷൻ അവിടെ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് സിമിലർലി ഫോർ ദ അതർ ബിൽഡിംഗ് മെറ്റീരിയൽസ് ടു വി ആർ യൂസിങ് മിനറൽസ്. തേർഡ് വൺ, കെമിക്കൽ ഇൻഡസ്ട്രി. കെമിക്കൽ ഇൻഡസ്ട്രി പല കെമിക്കൽസിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് കിട്ടുന്നതും ഈ ഭൂമിയുടെ അടിയിൽ നിന്ന് നമ്മൾ മൈൻ ചെയ്തെടുക്കുന്ന മിനറൽസിൽ നിന്നുള്ളതായിരിക്കും. Sometimes the minerals will be available to the surface, sometimes it will be in underground. In both the cases, it is used in medical, that is in chemical industry, then in metal production, and also in building materials. Next, agriculture. For the agriculture too, ചില എലമെൻറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് മഗ്നീഷ്യം നമ്മുടെ അഗ്രികൾച്ചറിലെ പ്ലാന്റ്സിന് അതിൻ്റെ ക്ലോറോഫിൽ എന്ന് കേട്ടിട്ടില്ലേ? ക്ലോറോഫിൽ എന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചിട്ടാണ്, ഇറ്റ് ഈസ് എ ഗ്രീൻ പിഗ്മെൻറ്റ് വിച്ച് ഈസ് യൂസ്ഡ് ബൈ ദ പ്ലാന്റ്സ് ടു പ്രിപ്പയർ ഫുഡ്. അതിന് വേണ്ടിയിട്ട് ക്ലോറോഫില്ലിൻ്റെ ഒരു മെയിൻ എലമെൻ്റ് ആണ് മഗ്നീഷ്യം, ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മിനറൽസ്. സിമിലർലി സം കാൽഷ്യം, അയൺ, ഇങ്ങനെ പല ലെഡ്, ദീസ് ഓൾ ആർ റിക്വയർഡ് ഫോർ ദി കൾട്ടിവേഷൻ ടു. ഓരോ മനുഷ്യർക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് മിനറൽസിൻ്റെ ആവശ്യമുള്ളതുപോലെ തന്നെ പ്ലാന്റ് ബോഡിക്കും മിനറൽസിൻ്റെ ആവശ്യമുണ്ട് ഫോർ ദിയർ ബെറ്റർ ഗ്രോത്ത് ആൻഡ് റിപ്രൊഡക്ഷൻ. അവരുടെ വെജിറ്റേറ്റീവ് ഗ്രോത്തിന് വേണ്ടിയും റിപ്രൊഡക്ഷന് വേണ്ടിയും, അതേപോലെ വേറെ അതിൻ്റെ ഓരോരോ പ്രോസസ്സ് ഫോർ ഇറ്റ്സ് ഗ്രോത്ത് എല്ലാത്തിനും, ഫോർ മെച്ചുറേഷൻ എല്ലാത്തിനും പല എലമെൻസിൻ്റെ ആവശ്യമുണ്ട്. കൺസ്യൂമബിൾ മിനറൽസ് ദാറ്റ് ഐ ഹവ് ഡിസ്കസ്. നമുക്ക് തന്നെ human body requires many minerals and we are consuming it in a daily basis because we need it in our body. നമ്മുടെ ബോഡിയിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മിനറൽ അല്ല. സോ വി ആർ ടേക്കിംഗ് ഇൻ ദോസ് മിനറൽസ് ഫ്രം ദ ബൈ കൺസപ്ഷൻ ഓഫ് ദ പ്ലാന്റ്സ് ഓർ സം അതർ ആനിമൽസ് ഓർ എനിത്തിങ്. ആ സോഴ്സാണ് നമുക്ക് മിനറൽസ് കിട്ടുന്നത്. ആൻഡ് വാട്ട് ആർ ദ കൺസ്യൂമബിൾ മിനറൽസ്? അയൺ, സോഡിയം, നൈട്രജൻ, സിങ്ക്, കോപ്പർ, പൊട്ടാസ്യം, അലുമിനിയം എക്സെട്ര. ഓഫ് വിച്ച് ദ അയൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എപ്പോഴും കേൾക്കാണ് അയൺ ഡെഫിഷ്യൻസിയാണ്. എന്തെങ്കിലും അസുഖമായിട്ട് കുട്ടികളെ അല്ലെങ്കിൽ വല്ലതും കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ ദേ വിൽ സേ ദാറ്റ് ഹീസ് സഫറിങ് ഫ്രം സം അയൺ ഡെഫിഷ്യൻസി, സോ ടേക്ക് ദിസ് സിറപ്പ്. മിനറൽ സിറപ്പ് ഫോമിലോ അല്ലെങ്കിൽ ഗുളികയുടെ ഫോമിലോ വി വിൽ കൺസ്യൂം ദാറ്റ് മെഡിസിൻ. Instead, if we are getting that minerals through the food, it is okay. So iron is one of the important consumable minerals. So as for the body of the human and also the plant required minerals for their survival. Second, commercial minerals. Many minerals which are commercial in nature are also present. Which are they? നമ്മൾ കേട്ടിട്ടുണ്ട് ഗോൾഡ്, സിൽവർ, മെർക്കുറി, പ്ലാറ്റിനം. ഇതെല്ലാം മിനറൽസ് ആണ്. ഇത് കൊമേഴ്ഷ്യൽ പർപ്പസ് ഉള്ളതാണ്, മോണിറ്ററി വാല്യൂ ഉള്ളതാണ്. നമ്മളിത് മൈൻ ചെയ്തെടുക്കുന്നു. വി ആർ യൂസിങ് ഇറ്റ് ഫോർ എക്സ്ചേഞ്ച് ആൻഡ് ഓൾസോ ഫോർ ബൈങ്. എന്തിനാണ് വാങ്ങുന്നത്? ഇറ്റ് ഈസ് ഹാവിങ് സം വാല്യൂ. അതാണ് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള മിനറൽസ്. സോ where these minerals are used, it is discussed here: metal production, building materials, chemical industry, agriculture, consumable minerals, and also commercial minerals. This is your assignment topic for today. എന്തൊക്കെയാണ് യൂസ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ് മാത്രമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബട്ട് ഐ ഹാവ് ഡിസ്കസ്ഡ് ഇൻ ഡീറ്റെയിൽസ് അബൌട്ട് ദീസ്. അതിനെ പറ്റിയിട്ടൊരു നോട്ട്സാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ്. വാട്ട് ആർ ദ യൂസസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മിനറൽസ് ഇൻ ഡീറ്റെയിൽ. ഷോർട്ട് എസ്സേ ആൻസർ ആയിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, സോ വാട്ട് ആർ ദ യൂസസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മിനറൽസ്. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. The measures to conserve minerals. How we are conserving these minerals. നമ്മൾ ഈ മിനറൽസിൻ്റെ ഓവർ യൂട്ടിലൈസേഷൻ പറഞ്ഞു, അതിൻ്റെ യൂസ് പറഞ്ഞു, എല്ലാം പറഞ്ഞു. സോ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നമ്മൾ എങ്ങനെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഹൗ വി ആർ ടേക്കിംഗ് മെഷേഴ്സ് ടു പ്രൊട്ടക്റ്റ് ദം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദ ഫസ്റ്റ് വൺ ഈസ് റീസൈക്ലിംഗ്. നമ്മൾ കാണാറുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട്
തിരിച്ച് ഇപ്പം മെറ്റൽ പ്രൊഡക്ട്സ് ഉണ്ടോ, അത് പ്ലാസ്റ്റിക് ഉണ്ടോ, ഇതുണ്ടെന്നൊക്കെ ചോദിച്ച് വരുന്ന സ്ക്രാപ്പ് ഡീലേഴ്സിനെ കാണാറുണ്ട്. ദേ വിൽ കം ടു അവർ ഹൗസ് ആൻഡ് വിൽ കളക്ട് ദ സ്ക്രാപ്പ് ആൻഡ് ദേ വിൽ ഡീൽ. വേർ ആർ ദീസ് യൂസ്ഡ്? ഇത് ഏതെങ്കിലും ഒരു സ്ക്രാപ്പ് ഏരിയയിലേക്ക് കൊണ്ടുപോകും. ദേ വിൽ സെഗ്രിഗേറ്റ് ദി സ്ക്രാപ്പ്. പ്ലാസ്റ്റിക്കിനെ പ്ലാസ്റ്റിക് ആയിട്ടും മെറ്റലിനെ മെറ്റലായിട്ടും പേപ്പർ അതിന് വേറെ ആയിട്ടും ക്ലാസിഫൈ ചെയ്യും. എന്നിട്ട് ഓരോന്നിനെ ഓരോരോ റീസൈക്ലിംഗ് പ്ലാന്റ്സിലോട്ട് മാറ്റും. Plastic will be taken to some plastic recycling plant, metals will be taken to metal recycling, and paper will be to paper recycling. In that case, it is what is discussed in the recycling of minerals. ഈ മെറ്റൽസ് എല്ലാം, ഈ പ്രൊഡക്ട്സ് എല്ലാം അവർ റീസൈക്കിൾ ചെയ്തിട്ട് ഇതിനെ തന്നെ ഒരു ഓറാക്കും. ദാറ്റ് ഈസ് സ്ക്രാപ്പ് ഓർ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഇനി വേറെ ഒരു മെറ്റൽ പ്രോഡക്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഇറ്റ് വിൽ യൂസ് ദി സ്ക്രാപ്പ് വിൽ ബി യൂസ്. സോ നമ്മൾ മിനറൽ റിസോഴ്സസിനെ പിന്നെയും ഡിഗ് ചെയ്തെടുത്ത് പുതിയതായിട്ട് പിന്നെയും അതിനെ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതിന് പകരം ഈ സ്ക്രാപ്പിനെയാണ് യൂസ് ചെയ്യുക. ദിസ് ഇസ് വൺ ഓഫ് ദ മെത്തേഡ് ടു conserve minerals. Second one, development of technologies. Best use of low grade ore mining. നമ്മൾ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്യുക. നമ്മളെപ്പോഴും കാണുന്നുള്ള ഇങ്ങനെ കുഴിച്ചെടുക്കുന്നു. ഇറ്റ് വിൽ ലീഡ് ടു സം വേസ്റ്റേജ്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ മൈൻ ചെയ്യുമ്പോൾ നമ്മളുടെ ഇൻറ്റൻഷൻ ഏതെങ്കിലും ഒരു മിനറൽ അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ബട്ട് വി വിൽ ബി ഡിഗിങ് ചെയ്ത് അവസാനം എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ മിനറൽ ഉണ്ടാവുകയില്ല. ചിലപ്പോൾ നമ്മളുടെ വിശ്വാസമൊക്കെ പോവും ഇൻ ഏർലിയർ ടൈംസ്. ബട്ട് ഇപ്പോൾ നമ്മൾ അതിന് വേണ്ടി പല പല ടെക്നോളജീസ് യൂസ് ചെയ്യും. നമ്മളുടെ എത്ര മണ്ണിനടിയിലായിരിക്കാം ഈ ഓറിരിക്കുന്നത്, അതിനൊരു കാൽക്കുലേഷൻസ് കണ്ടുപിടിക്കും. ദർ ആർ മെനി ടെക്നോളജീസ് ഇൻ ദ ജിയോളജി സെക്ഷൻ തന്നെ ഒരു പുതിയ ടെക്നോളജീസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഏത് സെക്ഷനിലെത്തുമ്പോൾ, ഏത് എർത്ത് ക്രസ്റ്റിൻ്റെ ലെയറിലെത്തുമ്പോഴായിരിക്കാം ഈ മിനറൽ ഇരിക്കുന്നത്, ഇതുവരെ ഡിഗ് ചെയ്യണം ഇത് കിട്ടാൻ, ബാക്കി ഒരു മിനറൽസിനെ ഡിസ്റ്റർബ് ചെയ്യാതെ എങ്ങനെ എത്താം. ഇങ്ങനെയുള്ള ബെറ്റർ ടെക്നോളജീസ് യൂസ് ചെയ്താൽ വി ക്യാൻ റിഡ്യൂസ് ദ ഡിപ്ലീഷൻ ഓഫ് മിനറൽ റിസോഴ്സസ്. ദിസ് ഇസ് സെക്കൻഡ് കേസ്. സെക്കൻഡ്, ഡിസൈനിങ് സ്മോളർ എക്യുപ്മെൻറ്റ്സ്. വലിയ ബുൾഡോസർ അല്ലെങ്കിൽ JCB ഉപയോഗിച്ച് കുഴിച്ചെടുക്കുമ്പോഴാണ് ഇത് നമുക്ക് കുറേ ലോസസ് ഉണ്ടാകുന്നത്. ഇൻസ്റ്റെഡ് ഇഫ് യു ആർ യൂസിങ് സം ഡ്രില്ലർ ടൈപ്പ് സ്മോളർ എക്യുപ്മെൻറ്റ്സ്, താഴെ വരെ ചെന്നിട്ട് അവിടെ ചെന്ന് മാത്രം തുറന്നാൽ മതി, മുകളിൽ നിന്ന് തന്നെ തുറന്ന് വരുന്ന താഴെ ചെല്ലണ്ട എന്ന രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ഓൾസോ റിഡ്യൂസ് സം ഓഫ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മിനറൽസ്. നെക്സ്റ്റ്, എക്സ്പ്ലോയിറ്റിംഗ് അൺടാപ്ഡ് ഡെപ്പോസിറ്റ് ഇൻ ഡീപ്പ് സീ. സംടൈംസ് ഡീപ്പ് സീയുടെ ഉള്ളിലൊക്കെ ചിലപ്പോൾ മിനറൽസ് ഉണ്ടാവും. ഇൻ ദാറ്റ് കേസ് വി ആർ നോട്ട് എക്സ്പ്ലോയിറ്റിംഗ് ദ ലാൻഡ് റിസോഴ്സ് വെറുതെ കുഴിച്ച് നോക്കാതെ ചില ഡീപ്പ് സീകളിലൊക്കെ ഇതിൻ്റെ ഡെപ്പോസിറ്റുകളുണ്ടാവും, മിനറൽ ഡെപ്പോസിറ്റുകളുണ്ടാവും. ഇഫ് വി ആർ യൂസിങ് സം ടെക്നോളജീസ് ടു ഐഡൻറ്റിഫൈ വിച്ച് ആർ ദോസ് മിനറൽസ്, വി ക്യാൻ ടേക്ക് ഔട്ട് ഫ്രം ദർ, വി ക്യാൻ എക്സ്പ്ലോയിറ്റ് ഫ്രം ഡീപ്പ് സീ. നെക്സ്റ്റ്, ഫൈൻഡിങ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ എക്സോസ്റ്റബിൾ മിനറൽസ്. നേരത്തെ പറഞ്ഞ ചില മിനറൽസ് എല്ലാം എക്സോസ്റ്റബിൾ ആണ്, അത് നോൺ റിന്യൂവബിൾ ആണ്. അങ്ങനെയുള്ള മിനറൽസിന് പകരം ഇഫ് വി ആർ യൂസിങ് സം മിനറൽസ് വിച്ച് ക്യാൻ റീപ്ലേസ് ദം, ഇറ്റ് വിൽ ബി ബെറ്റർ. ഇപ്പോൾ നമ്മൾ വുഡിൻ്റെ കേസ് എടുക്കുന്നു. വുഡ് ഈസ് വൺ ഓഫ് ദ നോൺ റിന്യൂവബിൾ റിസോഴ്സ്. നമ്മൾ മരം മുറിച്ചെടുക്കുന്ന വുഡാണ്. ബട്ട് വി ഹാവ് ഫൗണ്ട് ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വുഡ്. വാട്ട് ഈസ് എ പ്ലൈവുഡ് എന്നുള്ളത് ഇപ്പോൾ ഒരു ട്രെൻഡിങ് സാധനമാണ്. നമ്മൾ വുഡിനെ പോലെ തന്നെയാണ്, ബട്ട് ഇറ്റ് ഈസ് സംതിങ് ഡിഫറെൻറ്റ് ഫ്രം ദ വുഡ് ആൻഡ് ഇറ്റ് വിൽ ജസ്റ്റ് റെഡ്യൂസ് ദി ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വുഡ് ടു. അങ്ങനെയുള്ള അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ചില മിനറൽസിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് കാണുകയാണ്. ഇപ്പം പണ്ട് ഓടിൻ്റെ പാത്രങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഓടിൻ്റെ പാത്രങ്ങൾ, സിൽവറിൻ്റെ പാത്രം, അങ്ങനെയുള്ള വലിയ ആൾക്കാരൊക്കെ റിച്ച് പേഴ്സൺസ് വിൽ ബി യൂസിങ് ദ സിൽവർ ആൻഡ് ഗോഡ് പ്ലേസ് ഫോർ ദ household purpose. Sometimes in poorer they will be using copper plates. But instead എല്ലായിടത്തേക്കും എന്തായി, ഇതെല്ലാം പ്രഷ്യസ് മെറ്റൽസ് ആണ്, വളരെ കുറവും അവൈലബിൾ ആയിട്ടുള്ള മെറ്റൽസ് ആണ്. സോ വി സ്വിച്ച് ടു സ്റ്റീൽ എന്ന് പറയുന്ന മെറ്റൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലോയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓഫ് അത്രയും ഇത് വരുന്നില്ല, എക്സ്പ്ലോയിറ്റേഷൻ വരുന്നില്ല സ്റ്റീൽ പ്രോഡക്ട്സ് ആണെങ്കിൽ. സോ സച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് പ്രൊമോട്ടഡ് ടു കൺസേർവ് ദീസ് മിനറൽസ്. Concluding our today's session, first we have discussed what is water resources and what are the how water is available to us. Then what are the crises, that is the
freshwater crisis, what are the reasons for the freshwater crisis, then how we are using, overutilizing our water resources, then what is mineral resources, then what is use and exploitation of minerals, and the measures to conserve minerals. These were the topics discussed. അപ്പോൾ ഞാൻ ഒരു അസൈൻമെൻറ്റ് തന്നു. ഓൾവേസ് ആ അസൈൻമെൻറ്റ് എനിക്ക് അയച്ചു തരിക നിങ്ങളുടെ ക്ലാസ് കഴിയുമ്പോൾ. ദാറ്റ് ഈസ് ദ യൂസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് മിനറൽസ്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ആസ് എ ഷോർട്ട് ആൻസർ എസ്സേ ആയിട്ടാണ് എനിക്ക് വേണ്ടത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. വി ക്യാൻ എൻഡ് ദ സെഷൻ നൗ. ആൻഡ് താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.